അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ ഒരു അനിമേറ്റഡ് സീരീസിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ് ഈ ഒരു സീരീസ്. 3 സീസണിലായിട്ട് 61 എപ്പിസോഡുള്ള ഒരു അനിമേറ്റഡ് സീരീസിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ. നെറ്റ്ഫ്ലിക്സാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അവരുടെ തന്നെ ഒറിജിനൽ പ്രൊഡക്ഷനുമാണ്. ഒരു സീസണിലായിട്ട് 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനിൽ അവർ ഇപ്പം നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ബിഞ്ച് വാച്ച് ചെയ്യാനായിട്ട് ഒരുമിച്ചാണ് നെറ്റ്ഫ്ലിക്സ് യൂഷ്വലി റിലീസ് ചെയ്യാറുള്ള പോലെ തന്നെ ഒരുമിച്ചാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. 40 to 50 മിനിറ്റ്സ് ആണ് റൺ ടൈം വരുന്നത് ഓരോ എപ്പിസോഡും. ആ ഒരു അനിമേറ്റഡ് സീരീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അനിമേറ്റഡ് സീരീസ് 23 മിനിറ്റുള്ള ഓരോ എപ്പിസോഡായിരുന്നുവെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് എലാബറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. ഈ ഒരു സീരീസ് കാണുന്ന സമയത്ത് അനിമേറ്റഡ് സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം ആ ഒരു സീരീസ് എങ്ങനെയാണ് അനിമേറ്റഡ് സീരീസ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു സാധനത്തെ അധികം വൃത്തികേടാക്കാതെ, ഇപ്പം വൺ പീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വൺ പീസ് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊന്നും വരാതെ ലൈവ് ആക്ഷൻ ചെയ്ത ഒരു സീരീസ് ആയിരുന്നു നെറ്റ്ഫ്ലിക്സ്. അതേപോലെ തന്നെയാണ് ഈ ഒരു അനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള ലാസ്റ്റ് എയർബെൻഡറിൻ്റെ കാര്യം വന്നപ്പോഴും ഒരുപാട് VFX കാര്യങ്ങളും വേണ്ട ഒരു സീരീസാണ്. കാരണം ആ ഒരു ഫാൻറ്റസി വേൾഡിൽ നടക്കുന്ന ഒരു ഫാൻറ്റസി സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് VFX കാര്യങ്ങളും, അതായത് ഫുൾ VFX ആണ്. അല്ലാണ്ട് ഒരു യൂഷ്വൽ സ്റ്റോറി ഇപ്പം നമ്മളിപ്പം യൂഷ്വലി എടുത്ത് നോക്കുന്ന ഏതെങ്കിലും ഒരു സീരീസ് പോലെയല്ല. ഒരു ഫാൻറ്റസി ആയതുകൊണ്ട് തന്നെ, ഫാൻറ്റസി ഫെയറി ടെയിൽ ആയതുകൊണ്ട് തന്നെ ഒരു എന്താണ് ഫുൾ ആ ഒരു VFX പുതിയ വേൾഡ് ബിൽഡ് ചെയ്യണം, അങ്ങനെ ഒന്നിൽ കൂടുതൽ വേൾഡ് ബിൽഡ് ചെയ്യണം. അതായത് ഇപ്പം ഈ ഒരു അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ എന്ന് പറയുന്ന സീരീസിലേക്ക് വരികയാണെങ്കിൽ 4 ജോണറിലുള്ള അല്ലെങ്കിൽ 4 ടെറൈനിലുള്ള വേൾഡാണ് അവർക്ക് ബിൽഡ് ചെയ്യേണ്ടത്. അതായത് 4 എലമെൻറ്റ്സ് ആയിട്ടാണ് ഇവർ വേൾഡിനെ തിരിച്ചിട്ടുള്ളത്. അതായത് എയർ, വാട്ടർ, എർത്ത്, ഫയർ, അങ്ങനെ 4 എലമെൻറ്റ്സ്. ആ ഒരു 4 എലമെൻറ്റ്സും 4 ഡിഫറെൻറ്റ് ജോണറാണ്, അല്ലെങ്കിൽ 4 തരത്തിലുള്ള ജോണറിലുള്ള ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിനകത്ത് വരുന്നത്. അപ്പം ആ ഒരു 4 സാധനവും 4 ഡിഫറെൻറ്റ് രീതിയിൽ ബിൽഡ് ചെയ്യണം. ആ ഓരോ വേൾഡിനും ഓരോ ഡിഫറൻസിയേഷൻ കൊടുക്കണം. അതിലെ ക്യാരക്ടേഴ്സിന് അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കണം. അതായത് ഓൾറെഡി ഇതിൻ്റെ ആനിമേറ്റഡ് സീരീസ് ഇറങ്ങിയതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയാണ്, ഓൾറെഡി കണ്ട സ്റ്റോറിയാണ്. അപ്പം ആ ഒരു കണ്ട സ്റ്റോറിയെ എങ്ങനെ ഡിഫറൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ആ ഒരു ഡിഫറൻറ്റ് പ്രപ്പോസിഷനാണ് ഈ ഒരു സീരീസിനെ നമുക്ക് കണ്ടിരിക്കാനായിട്ട് തോന്നിപ്പിക്കുന്നത്. അപ്പം 8 എപ്പിസോഡും കണ്ടതിന് ശേഷം, അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു സീരീസ് വെള്ളിയാഴ്ച റിലീസായിട്ട് ഇത്രയും ടൈം എടുത്ത് കണ്ട് തീർത്തിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. 8 എപ്പിസോഡും കണ്ട് തീർത്തിട്ടാണ്. അപ്പോൾ കണ്ട സമയത്ത് ഫസ്റ്റ് സീസൺ തുടങ്ങി കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഒരു നല്ല, അതായത് നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു നല്ല ഒരു പോയിന്റിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്തെ ഓരോ ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പം സ്റ്റോറി നോക്കുകയാണെങ്കിൽ ആങ് എന്ന് പറയുന്ന എയർബെൻഡർ അവതാറാണ്. അതായത് 4 എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 എലമെൻറ്റ്സും ഒരേപോലെ പോകുന്നു. ഇതിനിടയ്ക്ക് ഫയർ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിന്, അല്ല ഫയർ ബെൻഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിന്, ഫയർ നേഷൻ എന്ന് പറയുന്നവർക്ക് ഈ ബാക്കി 3 എലമെൻറ്റ്സിനെയും കാട്ടിലും കൂടുതൽ, അതായത് ഓവർകം ചെയ്ത് അവർക്ക് കുറച്ചും കൂടെ മെജോറിറ്റി മൊണോപ്പൊളി വേണമെന്ന് തോന്നുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെ അവർ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ സമയത്ത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ അവതാറുകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ എയർബെൻഡർ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൽ നിന്നാണ് ലാസ്റ്റ് അവതാർ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു വാർ നടക്കുന്ന സമയത്ത് ഈ അവതാർ ഇവിടുന്ന് മിസ്സാവുന്നു, അല്ലെങ്കിൽ എന്താണ് രക്ഷപ്പെട്ടു പോകുന്നു, ഒളിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുന്നു. അങ്ങനെ 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അപ്പം ഈ ലൈവ് ആക്ഷനിലും അനിമേഷനിലും തമ്മിലുള്ള വ്യത്യാസം ആദ്യം തുടങ്ങുന്നതിലൊക്കെ ഉള്ള ശകലം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് രണ്ടും 2 രീതിയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീരീസ്. അപ്പം അങ്ങനെ ആങ് എന്ന് പറയുന്ന ആ ഒരു നായകൻ്റെ ക്യാരക്ടർ, സോക്ക എന്ന് പറയുന്ന ആ ഒരു വേറെ, സോക്കയും കട്ടാര എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സിനെ കാണുന്ന ഒരു വാട്ടർ ബെൻഡേഴ്സാണ്. ഇവർ 3 കൂടെ നടത്തുന്ന ഒരു അഡ്വഞ്ചറാണ്. അതായത് ഈ ഫയർ നേഷനുമായിട്ടുള്ള വാർ അവസാനിപ്പിക്കണമെങ്കിൽ അവതാർ വരണം. അവതാറിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരു ടീം പോകുന്നു. ഫയർ നേഷൻ്റെ സൂക്ക എന്ന് പറയുന്ന ഒരു രാജകുമാരൻ വരുന്നു. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി. അതായത് ഈ അവതാറും, അതായത് ആങ്ങും ടീമും, ഈ 3 ഫ്രണ്ട്സും, ബാക്കി എൻ്റയർ ഫയർ നേഷൻ ഇവർക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. ഇവരെങ്ങനെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്നു, ഓരോ അവതാർ, അത് പാസ്റ്റിലുണ്ടായിരുന്ന ഓരോ അവതാറുകളിൽ നിന്നും ആങ് പോയിട്ട് എങ്ങനെയാണ് അവർ നല്ല അവതാറാവുക എന്ന് പഠിക്കുന്നു. അതായത് 100 വർഷം വയസ്സിനകത്ത് നിന്ന് പോയ ഒരു കൊച്ചു പയ്യനാണ് ഈ അവതാറായിട്ടുള്ളത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ടെക്നിക്സ് ഒന്നും പഠിച്ചിട്ടില്ല. ഓരോ അവതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എലമെൻറ്റ്സിലും ഭയങ്കര മാസ്റ്റർ ആയിരിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ആങ്ങിനെ അങ്ങനെയൊന്നും അറിയില്ല, ഇത് പഠിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു വലിയ സീരീസ്, ഈ ഒരു പോകുവാണെങ്കിൽ ഒരു 4-5 സീസണൊക്കെ വരുന്ന ഒരു വലിയ സീരീസിലൊക്കെ ആക്കിയിട്ട് ഇത് പോകുന്നത്.
അപ്പോൾ ഇത് എങ്ങനെ ഏത് തരത്തിലേക്ക് ഇതിനെ ബാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ അറിയണം. പക്ഷേ ഈ ഒരു ഫസ്റ്റ് സീസൺ അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. VFX ഒക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം VFX ഗ്ലിച്ചുകളും കാര്യങ്ങളും ഫെയിലുവേഴ്സും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇത്രയും വലിയൊരു വേൾഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് പാളി പോയി കഴിഞ്ഞാൽ പാളി പോയതാണ്. നെറ്റ്ഫ്ലിക്സ് പോലും വലിയ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ വരുന്ന സമയത്ത് പാളി പോകാതെ അവർ ശ്രദ്ധിക്കും. ഇപ്പോൾ വൺ പീസിലും അതൊക്കെ തന്നെയാണ്, ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നതാണ്. ആങ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ, കട്ടാര എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഈ രണ്ട് ക്യാരക്ടർ പക്ക, അതായത് അനിമേഷനിൽ എന്താണ് നമ്മൾ കണ്ടത് ആ ഒരു അനിമേഷനോട് കറക്റ്റായിട്ട് നിൽക്കുന്ന രണ്ട് ആക്ടേഴ്സിനെ കണ്ടുപിടിച്ചവർ ചെയ്തിട്ടുണ്ട്. ആങ് എന്ന് പറയുന്ന നായകൻ്റെ ക്യാരക്ടർ പക്കയാണ്, പക്കയായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ആക്ടറിനെയാണ് കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പം ഫസ്റ്റ് സീസണിൽ 8 എപ്പിസോഡുള്ളതെങ്കിലും 8 എപ്പിസോഡിലും സ്റ്റോറി ഒരു ഓവറോൾ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം സ്റ്റോറി തുടങ്ങി എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയാനായിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് പാസ്റ്റിലെ സ്റ്റോറികളും ഒക്കെ കാണിച്ചിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെയൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഓരോ ക്യാരക്ടറിനെയും കാണിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം പാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സീരീസ് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ്. അത്യാവശ്യം നല്ല രീതിയിലാണ് തന്നെ പോകുന്നത്. അനിമേഷൻ കണ്ടിട്ടുള്ളവർക്ക് ഒരു റീക്യാപ്പ് ആയിരിക്കും ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി കണ്ട സ്റ്റോറി തന്നെയാണ് ഡിഫറൻ്റായിട്ട് ചെയ്തിരിക്കുന്നത്, ലൈവ് ആക്ഷനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യത്യാസം മാത്രമേ കാണുള്ളൂ. സെയിം സ്റ്റോറിയാണ്, വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പിന്നെ സ്റ്റോറി ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ, അതായത് ടൈം ലൈൻ മാറ്റങ്ങളൊക്കെ ചെറുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഏത് ഷോട്ട് എവിടെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിന് പക്ക അനിമേഷനായിട്ടല്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ദ ലാസ്റ്റ് എയർ ബെൻഡർ എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അനിമേഷൻ കണ്ടിട്ടുള്ളവർക്കോ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, ആ സിനിമ കണ്ടുള്ളവർക്കോ കാണാൻ പറ്റുന്നൊരു സീരീസാണ്. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു അടിപൊളി സീരീസ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നൊരു സീരീസാണ് അപ്പോൾ ദ ലാസ്റ്റ് എയർ ബെൻഡർ.